ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാജഗിരിയിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ സെറ്റായി നിൽക്കുകയാണ്. രാത്രി 8 മണിയോട് കൂടി ഫംഗ്ഷനൊക്കെ തുടങ്ങും. രാത്രി 12 മണിക്ക് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനും ഖൈറും നമ്മുടെ ഷെറുഖാനും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. കുറേ ഡാൻസ് പരിപാടി അങ്ങനെയല്ലേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകും. അപ്പോൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ, വാച്ച് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സെറ്റായി ഒക്കെ വന്നിട്ടുണ്ട്. ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സെലിബ്രേഷൻ നടക്കുന്നിടത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൈവിതാ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഷെർഹാനി ഞാനും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോവുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ അന്നേക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടോ. നമ്മൾ നെഹാനൊക്കെ വന്നപാട് 2 ഗ്ലാസ് വെള്ളം. ഇപ്പം 3ാമത്തെ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ ഈ പുരാവസ്തു കാണാനുള്ളൊരു അവസരം കൂടി തന്നിട്ടുണ്ട്. ഇടവേളയിൽ ഒരു ഡോക്ടറുടെ സേവനം ഇല്ലാത്തൊരു സമയത്ത് 24 അവേഴ്സും പ്രവർത്തന സജ്ജമായിക്കൊണ്ടാണ് രാജഗിരി ഹോസ്പിറ്റൽ ആദ്യം ഒരു കെട്ടിടത്തിൽ ഇവിടെ ആരംഭിച്ചത്. നമുക്കറിയാവുന്ന പോലെ തന്നെ രഞ്ജിസ് ഡോക്ടറുടെ അതിസാഹസികമായ ഒരു മുന്നേറ്റമാണ് അതിലൂടെ നടന്നിട്ടുള്ളത്. ഒരു കാലത്ത് നമ്മുടെ ഒതായി ചാത്തല്ലൂർ ഭാഗത്തു നിന്നൊക്കെ വേദിയിലേക്ക് ഡോക്ടർ സലാഹുദ്ദീൻ സാർ നമ്മുടെ ഫിസിഷ്യനായിട്ട് രാജഗിരി ഹോസ്പിറ്റൽ ചാർജ് എടുത്ത അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ പീഡിയാട്രീഷ്യനായിട്ടുള്ള ഡോക്ടർ അനീസ് സാർ, നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ എല്ലാമായ ഡോക്ടർ കലീൽ സാർ, ഡോക്ടർ ഷഫീഖ് സാർ, നമ്മുടെ റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഷഫീഖ് സാർ, ഡോക്ടർ വനിത മാം, ഡോക്ടർ അൻസാർ മാഡം, ആറമോ, ഡോക്ടർ സജിനി, ഇത്രയും പേരെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആരെയും കാണുന്നില്ല. വെളിച്ചം ഓവറായിട്ട് മുഖത്തേക്ക് വരുന്ന സാറിലല്ലേ? എനിക്ക് അങ്ങോട്ടൊന്നും കാണാനില്ല. ഒരു പുതുവർഷം നാളെ പുലരുകയാണ്. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. എല്ലാ വർഷവും എല്ലാ സഹപ്രവർത്തകരും നമ്മളോട് ബന്ധപ്പെട്ട ആളുകളും ഒരുമിച്ച് ഒരു സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ സന്ദേശം പങ്കുവയ്ക്കുക, ഭക്ഷണം കഴിച്ചു വരിക, നല്ലൊരു വർഷത്തിൻ്റെ ഒരു പൊതുജന്മം, അല്ലെങ്കിൽ ഇതിന് പ്രേരകമാകുന്ന ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് 4-5 വർഷം മുമ്പ് കഴിഞ്ഞുപോയ ഇത്തരം ന്യൂ ഇയർ പ്രോഗ്രാമുകളും കലാപരിപാടികളും നമ്മുടെ സ്റ്റാഫിൻ്റെ പ്രോഗ്രാമുകളും എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇത് നടത്താൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ സ്ഥാപനം കഴിഞ്ഞ 22 വർഷമായി ചെറിയ തോതിൽ പോയെങ്കിലും ഇനി ആ ലക്ഷ്യം പോരാ. നമ്മളൊരു മറ്റൊരു രൂപത്തിൽ പ്രവർത്തിക്കണം. എന്നാലും മാനുഷിക മൂല്യങ്ങളും ഒരു രോഗമായിട്ട് വരുന്നവരോടുള്ള ഹ്യൂമൻ വാല്യൂസും നിങ്ങൾ ഒരിക്കലും അടിയറ വെക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ഇനിയും പ്രവർത്തിച്ച് പോകാനുള്ളവരോ പിരിഞ്ഞു പോകാനുള്ളവരൊക്കെ ഇതിലുണ്ടാവും.
എന്നാലും എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്ന കൂട്ടത്തിൽ ഞാൻ സ്ഥാപനത്തിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞു എന്നുള്ളൂ. പുതുവത്സരം നല്ലൊരു തുടക്കമാവട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ആശംസിക്കുന്നു. മതമൈത്രി ഗാനത്തോടു കൂടി ആരംഭിക്കാം. ഇനിതാ അടിപൊളിയായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആട്ടോ വരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡാൻസ് ഉണ്ടായിരുന്നു. അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് വരും വിചാരിച്ച് പാട്ടൊക്കെ ഒഴിവാക്കിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്നത്. അടിപൊളി ഗ്രാൻഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ തന്നെയാണ് രാജഗിരി ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാൻ. അടിപൊളി ഫുഡായിരുന്നു. ഞാനും ഫ്രണ്ട്സും ഒക്കെ ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ശ്രദ്ധിക്കുക, ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ച ഏക ഇലാഹിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് മിമിക്രിയാകുന്നു. ഏക ഇലാഹിന് സ്തുതി പാടി മാന്യ സദസ്സിന് സ്വാഗതോതി ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയിടട്ടെ. തെറ്റുകളും ഇതിൽ കുറ്റങ്ങളും അങ്ങനെ കുറവുകൾ പലതും കണ്ടിരുന്നാൽ മാന്യ സദസ്സിന് ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ തുടങ്ങിയിടട്ടെ. അടുത്ത് ആദ്യം ഇരിക്കുന്നതിന് ഒരു വെസ്റ്റേൺ മ്യൂസിക് നോക്കാം. കേൾക്കണം പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കുഞ്ചൻ പറമ്പിൽ ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.
ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗൈസ്. എവിടെ പ്ലേറ്റ്? ബാപ്പുക്കാണോ? ബാപ്പുക്കാനൊക്കെ നന്നായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ എന്താ കേസ് ഫോട്ടോ മാത്രം ഉണ്ടാവുള്ളൂ കേസ്. ഫുഡ് വേണ്ടേ? ഫുഡ് ഇവിടെ കയ്യുണ്ട്. 1 മണി വരെ നിൽക്കാനുള്ളതാണ്. അപ്പൊ പരിപാടിക്ക് ആളുണ്ടാണെങ്കിൽ ഫുഡ് തോന്നില്ല. ഞാൻ ബ്ലോഗ് എടുക്കുന്നതാണ്. അപ്പൊ ചോറ് തോന്നുന്നത് വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ നല്ലോണായി. ബാപ്പുക്കാൻ ആദ്യം ഇടട്ടെ. അപ്പൊ അത് അടിപൊളി ഫുഡ് കിട്ടി ഗൈസ്. നല്ലൊരു ഐറ്റം ചെയ്തിട്ട് നിങ്ങളെ മാപ്പ് കിട്ടുന്നില്ല. അപ്പൊ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നടക്കുന്നത് അടിപൊളിയായിട്ട് അതിഗംഭീരമായ ഒരു ഗാനം കൂടി ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഗൈസ് ന്യൂ ഇയർ സെലിബ്രേഷൻ അടിപൊളിയായി
അടിപൊളിയായി ഞങ്ങൾ അടിപൊളിയായി ആഘോഷിച്ച് തകർത്ത് തെമിർത്ത് ഞങ്ങൾ ഏതായാലും ന്യൂ ഇയർ അല്ല ഞാൻ അടിപൊളിയായിട്ട് കളിച്ച് എല്ലാം എൻജോയ് ചെയ്തിട്ടാ. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ ഗൈസ് നമ്മളെ ന്യൂ ഇയർ അടിപൊളിയായി തകർത്ത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു.